ഹായ് ഗായ്സ്. ഇപ്പോഴത്തെ തേങ്ങ വില എന്താണല്ലേ? ഈ വിലയ്ക്ക് നന്നായി തേങ്ങ ഇട്ടൊരു തോരൻ വെക്കുക എന്നത് സ്വപ്നങ്ങളിൽ മാത്രം. എന്നാൽ ഇതാ തേങ്ങ ഇടാതെ ഒരു തോരൻ എഫക്റ്റ്. ഈ കൂട്ടാന്റെ പേരാണ് ഉസ്ലി. അതിനായി ഒരു പിടി കടലപ്പരിപ്പും ഒരു പിടി ചെറുപയർ പരിപ്പും വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത ശേഷം നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് മിക്സ്. പരിപ്പിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനായി ഒരു ഇഡലിപ്പാത്രത്തിൽ തട്ട് വെച്ച് വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ മിക്സ് നിരത്തി വെച്ച് ആവി കയറ്റി എടുക്കാം. മിക്സ് നന്നായി വേവണം. വെന്ത ശേഷം ഇത് നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് പൊടിച്ചെടുക്കാം. അത് വേവുമ്പോഴേക്കും വേറൊരു പാത്രത്തിൽ 100 ഗ്രാം കുരുകുരെ അരിഞ്ഞ അച്ചിങ്ങാപ്പയറിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ച പയർ മാറ്റി വെച്ച ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുത്താലോ? അതിനായി 1 ടീസ്പൂൺ കടുകൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. കടലപ്പരിപ്പിന്റെ നിറമൊന്ന് മാറുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 3 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവ ഇട്ട് വഴട്ടി കൊടുക്കണം. ഇതൊന്ന് മൂത്ത ശേഷം 2 കുരുകുരെ അരിഞ്ഞ ഉള്ളി കൂടി ഇട്ട് നന്നായി വഴട്ടണം. ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ വേവിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി വേവിച്ച അച്ചിങ്ങാപ്പയർ കൂടിയിട്ട് മിക്സ്. ദാ ചൂട് നമ്മുടെ ഉസ്ലി റെഡിയായി. ഈ തോരൻ ചോറിനോടൊപ്പം നല്ല കോമ്പിനേഷൻ ആണ്. ഉണ്ടാക്കി നോക്കില്ലേ? ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.